7, 10, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 7, 10, 13 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ഒന്നാമത്തെ ചോദ്യം 23-ാം പദം എന്ത്? 23-ാം പദം എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയുടെ ആദ്യത്തെ 45 പദങ്ങളുടെ മാധ്യം എന്ത്? ഈ ശ്രേണിയുടെ ആദ്യത്തെ 45 പദങ്ങളുടെ മാധ്യം എന്ത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 45 പദങ്ങളുടെ മധ്യമം എന്ത്? ആദ്യത്തെ 45 പദങ്ങളുടെ മാധ്യം എന്തെന്ന് ആദ്യ ചോദ്യം. രണ്ടാമത്തെ, ആദ്യത്തെ 45 പദങ്ങളുടെ മധ്യമം എന്ത്? മധ്യമൊക്കെ അറിയില്ലേ? മാധ്യം എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കാം. മധ്യമോ ആകെ എത്ര എണ്ണം ഉണ്ടോ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ വലിപ്പം അനുസരിച്ച് എഴുതിയാൽ നടുക്ക് വരുന്ന സംഖ്യ എന്നല്ലേ? ഓക്കെ, ക്ലിയർ. ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയെന്നുണ്ട്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 23-ാം പദം സമം x1 പ്ലസ് 22 ടി അല്ലേ? അടുത്ത ചോദ്യം ചെയ്യാൻ പറ്റുമോ? മാധ്യം കാണുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്ക്. 45-ന്റെ പകുതിയല്ല, തുകനെ എണ്ണം കൊണ്ട് ഹരിക്കാന്നല്ലേ മാധ്യം എന്ന് പറഞ്ഞത്? മാധ്യം എന്ന് പറഞ്ഞതേ എത്ര സംഖ്യകളുണ്ടോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കാന്ന്. 45 പദങ്ങളുടെ തുകനെയാണ്, എന്നിട്ട് 45 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അത് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുക. എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ഇതാണെന്ന്. ഇപ്പോൾ 10, 12, 14 ഇങ്ങനെ വേണം നിൽക്കാം. 3 കൂട്ടിയിട്ട് 3 കൊണ്ടായിരിക്കാം. എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ടായിരിക്കാം. അതാണ് മാധ്യം എന്ന് പറഞ്ഞ ഡെഫിനിഷൻ. ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെ ചെയ്യാം മോളെ? തുക ബൈ എണ്ണം അല്ലേ? അപ്പോൾ എന്താ തുക ബൈ എണ്ണം എന്നല്ലേ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ തുക എത്ര എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കേ. 45 എണ്ണം അല്ലേ? പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്. ഒന്ന് പറഞ്ഞു നോക്കല്ലേ നമുക്കെന്നാ? പറഞ്ഞോളേ. 23-ാം പദം എങ്ങനെ കാണുന്നത്? 7 പ്ലസ് 22 ഇൻറ്റു 3 സമയം 7 പ്ലസ് 66 73. ഇനി മാധ്യം കാണണം. എങ്ങനെ മാധ്യം കാണാം? തുക ബൈ എണ്ണമാണ് അല്ലേ? എങ്ങനെ സമാന്തര ശ്രേണിയുടെ തുക കാണാം? x23 ഇൻറ്റു 45. അപ്പോൾ തുക കിട്ടും. അപ്പോൾ എങ്ങനെ കാണാം എന്നോട് പറഞ്ഞോക്കെ. ഇങ്ങനെയൊന്നും പറയണ്ട. x23 എന്നുള്ളതിന് മധ്യപദമല്ലേ? അത് 45 ആകുമ്പോൾ മധ്യപദമല്ലേ? മധ്യപദം ഇൻറ്റു എണ്ണം തുകയാവും. എന്നിട്ട് അതിനെ എണ്ണം കൊണ്ടായിരിക്കാം. ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞു ചുറ്റുണ്ടെന്ന് എന്തായി പറയുന്നൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് ശരിക്കും ആലോചിക്കട്ടോ. ഒന്നും ആലോചിക്കാത്ത ഈ സാധനം പറയണത്. മാധ്യം കാണാൻ x23 അഥവാ 73 45 കൊണ്ട് ഗുണിച്ച് പിന്നെ 45 കൊണ്ട് ഹരിക്കാന്ന്. അതെന്തിനാ ചെയ്യണത്? 45 കൊണ്ട് ഗുണിച്ച് 45 കൊണ്ട് ഹരിക്കണോ? അങ്ങനെയാണ് 20 ഇതന്നെയല്ലേ കിട്ടുക? എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ പോരെയെന്ന്. നിങ്ങളിങ്ങനെ വട്ടം ചുറ്റരുത്. ആദ്യം 45 കൊണ്ട് ഗുണിച്ചു പിന്നെ 45 കൊണ്ട് ഹരിച്ചു എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? അങ്ങനെ ചെയ്ത് 23 അല്ലേ? ഈ സാധനം ഒന്നും നിങ്ങളെ മനസ്സിൽ കയറിയിട്ടില്ല എന്നർത്ഥം. മാധ്യം എന്നത് നിങ്ങൾ തുക ബൈ എണ്ണം എന്ന് പഠിച്ചിട്ടില്ലേ? തുക ബൈ എണ്ണമാണ്, ശരിയല്ലേ?
ഈ തുക ബൈ എണ്ണം എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ തുക കാണാൻ എന്ത് സൂത്രമാക്കി ഉപയോഗിച്ചെന്ന് പറഞ്ഞേ? മധ്യപദം ഇൻറ്റു എണ്ണമാണ്. മധ്യപദം ഇൻറ്റു എണ്ണമാണ് തുക കിട്ടുന്നത്. ശരിയല്ലേ? ഇതാണ് തുക എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് മധ്യപദം കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്താ? തുക ബൈ എണ്ണം അല്ലേ? തുക ബൈ എണ്ണം കിട്ടിയാൽ മധ്യപദം കിട്ടുക. മധ്യപദം പറഞ്ഞാൽ 23-ാം പദം അല്ലേ ഇവിടെ? അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ 23-ാം പദം തിരിച്ചറിയണം അല്ലേ? തുക ബൈ എണ്ണം എന്നത് മധ്യപദമാണ്. മധ്യപദമാണ് മാധ്യം എന്നാ അപ്പോൾ കിട്ടിയത്. മധ്യപദമാണ് മാധ്യം എന്നാ കിട്ടിയത്. അപ്പം ഈ സമാന്തര ശ്രേണിയുടെ മാധ്യം എന്നത് പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന് നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും. നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും. ഇവിടെ മാധ്യം എന്നത് മധ്യപദമാണ്. മധ്യപദം എന്ന് പറഞ്ഞാൽ 23-ാം പദം നമുക്കറിയാം. അത് എത്ര? 73. ഇങ്ങനെ വളഞ്ഞു പോകണ്ട. അപ്പം നേരായിട്ട് പറയണം. മാധ്യവും മധ്യമവും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കണം. നമുക്കൊരു കാര്യം ആദ്യം മധ്യം ഒന്ന് പറഞ്ഞു വെക്കുന്ന. മധ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? സംഖ്യകളെ വലുപ്പക്രമത്തിൽ എഴുതിയാൽ അതിന് നടുക്ക് വരുന്ന സംഖ്യ അല്ലേ? എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നടുക്ക് കൃത്യം ഒരെണ്ണം ഉണ്ടാവും. ഇരട്ട സംഖ്യയാണെങ്കിൽ 2 ഉണ്ടാവും നടുക്ക്. അത് രണ്ടും അതിൻ്റെ ശരാശരി എടുത്താൽ മതി. റെഡിയല്ലേ? 45 ആകുമ്പോൾ നടുക്ക് ഒരെണ്ണല്ലേ ഉണ്ടാവുക. നടുക്ക് എത്രാമത്തായിരിക്കും? 23-ാമത്തായിരിക്കും. അതുകൊണ്ട് 23-ാമതും ചോദിച്ചത്. 45-നോട് 1 കൂട്ടി അതിൻ്റെ പകുതി എടുക്കുന്നു. 23-ാമത്തെ അല്ലേ? റെഡി ആവുണ്ടോ? മാധ്യം എന്നത് സംഖ്യകളെ വലുപ്പം അനുസരിച്ച് എഴുതിയാൽ നടുക്ക് വരുന്ന സംഖ്യ. സമാന്തര ശ്രേണി ആ തന്നതുകൊണ്ട് വലുപ്പം അനുസരിച്ച് എഴുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാ? അത് വലുപ്പം അനുസരിച്ചേ തരുള്ളൂ. സമാന്തര ശ്രേണിയാണ് ഇങ്ങനെ ക്രമം തെറ്റി തരാൻ പറ്റില്ലല്ലോ. അതപ്പം ഓൾറെഡി വലുപ്പം അനുസരിച്ചേ തരുള്ളൂ. അപ്പോൾ വലുപ്പക്രമത്തിലാണ് തന്നത്. അപ്പം ഇനി അത് അങ്ങനെ ക്രമപ്പെടുത്തണ്ട. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നടുക്ക് വരുന്ന സംഖ്യയാണ് മധ്യമം. 45 എണ്ണം ഉണ്ട്. നടുക്ക് എത്രാമത്തതാന്ന് കാണാൻ മാർഗമുണ്ടോ? എത്രാമത്താണ് നടുക്ക് വരിക? ആകെ 45 എണ്ണം ഉള്ളത്. നടുക്ക് എത്രാമത്തതാ? 45 + 1 / 2 / 2. ഇപ്പം എത്ര? 23. 23-ാമത്തതാണ്. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ ക്ലാസ്സിൽ? ഓക്കെ. 23-ാമത്തതല്ലേ? 23-ാമത്തതല്ലേ? അങ്ങനെയാണെങ്കിൽ മാധ്യം എന്നത് 23-ാമത്തെ സംഖ്യയാണെന്ന് തിരിച്ചറിയണം. 23-ാമത്താണ് നടുക്ക് വരുന്നത് അല്ല മധ്യമം. 23-ാമത്തെ സംഖ്യയാണ്. അത് 73 അപ്പോൾ മാധ്യമായില്ലേ? അല്ല മധ്യമമായില്ലേ? മധ്യമമായില്ലേ? ഇനി മാധ്യം കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമുക്ക് നേരത്തെ പറഞ്ഞ തുക ബൈ എണ്ണം എടുക്കാം. ഒരു കാര്യം, ഇതൊന്നും അല്ലാതൊരു മാർഗവും നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ മാധ്യവും മധ്യമവും തുല്യമാണെന്ന് തെളിയിക്കാന്ന്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ഏതാനും പദങ്ങളുടെ തുടർച്ചയായ ഏതാനും പദങ്ങളുടെ മാധ്യവും മധ്യമവും തുല്യമാണെന്ന് തെളിയിക്കാന്ന്. അതൊക്കെ തെളിയിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എന്നിട്ടൊരു അവസരം വന്നപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മാധ്യവും മധ്യമവും തുല്യമല്ലേ? അവന് വളഞ്ഞൊന്നും പോകണ്ട. സമാന്തര ശ്രേണിയാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ എത്ര വരും? 73 തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരേ ഉള്ളൂ അല്ലേ? എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരല്ലേ ഉള്ളൂ. ചോദ്യം മാറണുള്ളൂ. ശരിയല്ലേ? അപ്പോൾ 23-ാം പദം എന്തിനാണ് ചോദിച്ചത്? ഇത് രണ്ടും ഉത്തരം എഴുതാനാണ്. ഇത് രണ്ടും ഉത്തരം തുല്യമായത് എന്തുകൊണ്ടാണ്? സമാന്തര ശ്രേണി ആണെങ്കിൽ മാധ്യവും മധ്യമവും തുല്യമാണ്. റെഡി ആയോ? ഇനി എന്നാൽ വേറെ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ചെറിയ ക്വസ്റ്റ്യൻ തരാം കേട്ടോ. അപ്പോൾ 10, 13, 16, 19, 22, 25, 28 ഈ സമാന്തര ശ്രേണിയുടെ മാധ്യവും മധ്യമവും പറയാൻ പറ്റുമോ നോക്കിയേ. സമാന്തര ശ്രേണിയാണ്. മാധ്യവും മധ്യമവും എത്രയാണെന്ന് പറയാൻ പറ്റുമോ? എത്ര ആയിരിക്കും? 19 ആയിരിക്കും. എന്തുകൊണ്ടാണ്? നടുക്ക് വരുന്ന സംഖ്യ 19 അത് മധ്യമല്ലേ നടുക്ക് വരുന്നത്? അപ്പോൾ മാധ്യമം അത് 19. എന്തുകൊണ്ടാണ്? സമാന്തര ശ്രേണിയാണെങ്കിൽ മാധ്യമം മധ്യമവും തുല്യം. കുറേ എണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തി തരൂല. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ചോദ്യം വരിക. സമാന്തര ശ്രേണി പറയും, എന്നിട്ട് നടുക്കത്ത് കാണാൻ പറയും, എന്നിട്ട് മധ്യമവും എത്രയാണെന്ന് ചോദിക്കും. റെഡി? കേൾക്കാനൊരു സുഖമുണ്ട് അല്ലേ? നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കുറേ സാധനം പഠിച്ചുണ്ടാക്കാണ്. എളുപ്പത്തിൽ കുറേ സാധനം ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ.
ഒരു സമാന്തര ശ്രേണിയുടെ 4-ാം പദം 12 എഴുതണ്ട, പറഞ്ഞാൽ മതി. കുറച്ച് ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഒരു സമാന്തര ശ്രേണിയുടെ 4-ാം പദം 12, 6-ാം പദം 22. എങ്കിൽ ഇതിൻ്റെ 8-ാം പദം എത്രയാണെന്ന് പറയണം. വിളിച്ചു പറയല്ലേ, ഞാൻ ചോദിക്കാണ്. 4-ാം പദം 12, 6-ാം പദം 22. എങ്കിൽ 8-ാം പദം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നീ പറയാം. അപ്പൊ എത്ര പേര് ഏകദേശം ആൻസർ ചെയ്ത് നോക്കണം? നീ പറഞ്ഞേക്കാം മോളെ. മോളെ ഇതാ രണ്ടിടിയാണ്. 22ക്ക് 10 കൂട്ടിയാൽ മതി. ഇത്രയേ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൂ. 22ക്ക് 10 കൂട്ടിയാൽ പോരെ? 12-ാം പദം എന്നുള്ളത് 22-ാം പദമായി. എത്ര പൊതുവ്യത്യാസം കൂട്ടിയിട്ടാ 22 ആയത്? 2 പൊതുവ്യത്യാസം. 6-ാം പദത്തിനോട് 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ എത്രാം പദമാവും? 8-ാം പദമാവും. അപ്പോൾ ശരിക്കും ഇതിനോട് 2 പൊതുവ്യത്യാസം കൂട്ടിയാൽ എത്രയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? വേറൊരു സാധനം കൂടെ ഉണ്ടെന്ന്, പദങ്ങളുടെ സ്ഥാനമില്ലേ? ഇത് എത്രാമത്തെയാ? 4-ാമത്തെ. 4-ാമത്തെ പദം 12 12 അല്ലേ? 12. 6-ാമത്തെ പദം 22. 8-ാമത്തെ പദം എത്രയാണെന്നാണ് ചോദ്യം. പദസ്ഥാനങ്ങൾ സൂചിപ്പിക്കുന്ന സംഖ്യ അല്ലേ? അത് സമാന്തര ശ്രേണിയാണോ? പദസ്ഥാനങ്ങൾ സൂചിപ്പിക്കുന്ന സമാന്തര ശ്രേണിയാണോ? എങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയായിരിക്കും. വേറൊന്നും കാണണ്ട, ഇത് സമാന്തര ശ്രേണിയായിരിക്കും. അപ്പോൾ എത്ര കൂടിയത്? 10. അടുത്ത കിട്ടാൻ എത്ര കൂട്ടണം? 10 കൂട്ടണം. 32 ഉള്ളൂ. പദസ്ഥാനങ്ങൾ സമാന്തര ശ്രേണിയാണെങ്കിൽ പദങ്ങൾ സമാന്തര ശ്രേണിയായിരിക്കും. ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര ഒന്നും നോക്കണ്ട, ഇവിടുത്തെ ഒന്നും നോക്കണ്ട. അപ്പോൾ ഇവിടെ 4-ാം പദം, അടുത്ത 6-ാം പദമായി, 8-ാം പദമായി, 2 കൂടി വരുന്ന പൊതു സമാന്തര ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയായിരിക്കും. ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നു വേണ്ട, എത്ര പൊതുവ്യത്യാസം ഒന്നും പറയണ്ട. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം ഒന്നും നമുക്ക് വേണ്ട. ഇതൊരു പുതിയ സമാന്തര ശ്രേണിയായിരിക്കും. 12 22 അപ്പോൾ പൊതുവ്യത്യാസം എത്ര? 10. വീണ്ടും 10 കുട്ടി അടുത്ത പദം കിട്ടൂലേ? അതേ ചോദിച്ചിട്ടുള്ളൂ.